അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആ മെത്തഡോളജി അവരുടെ ക്യാരക്ടറിന് അനുസരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ടോപ്പേഴ്സിനെല്ലാം ഉണ്ട്. മെറ്റാകോഗ്നീഷൻ എന്ന് നമ്മളൊരു കഴിവ് നമ്മൾ UN ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ഒരു ക്രിട്ടിക്കൽ സ്കില്ലാണ്. അതായത് ഓരോരുത്തരെയും കുറിച്ച് അവനവന് തന്നെയുള്ള അറിവ് അത് ഈ ടോപ്പേഴ്സിന് നല്ലപോലെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ടോപ്പേഴ്സിനും നോക്കുമ്പോൾ അതിനകത്ത് നോട്ടുണ്ടാക്കിയ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആനി ഭയങ്കരമായിട്ട് നോട്ടുണ്ടാക്കിയെന്ന് പറയുന്നു. ആനിയുടെ നോട്ടൊക്കെ ഭയങ്കര ഇലാബറേറ്റാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ 510 റാങ്ക് കിട്ടിയ നമ്മുടെ അബ്ദുൽ ഫസിൽ നോട്ടേ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയുള്ള സ്റ്റാർക്കിംഗ് ആയുള്ള കോൺട്രഡിക്ഷൻസ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളിലുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കോമണാലിറ്റി എനിക്ക് ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ ആദ്യത്തെ വർഷം ടോപ്പറായിട്ടുണ്ടായിരുന്ന തസ്നീം ശ്രീതു. ഇപ്പോൾ ശ്രീതു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവരുടെ പ്രിപ്പറേഷനിൽ അവരെ ഹെൽപ്പ് ചെയ്തൊരു കാര്യം, എനിക്ക് കുറച്ച് പോസിറ്റീവ്സും ഉണ്ടായിരുന്നു, നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. എൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ്സും ഉണ്ട്. എൻ്റെ സ്ട്രെങ്ത് ഞാൻ മാക്സിമൈസ് ചെയ്യാൻ നോക്കി, വീക്ക്നെസ് ഞാൻ കുറയ്ക്കാനും നോക്കി. അതാണ് എന്നെ സക്സസ്സിലേക്ക് നയിച്ചതെന്നാണ് ശ്രീതു പറയുന്നത്. എനിക്ക് തോന്നുന്നത് എല്ലാ ടോപ്പേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. കാരണം ഓരോരുത്തരുടെയും ജേർണീസ് ഡിഫറെൻ്റാണ്. ആ ജേർണീസ് ഏറ്റവും എഫക്റ്റീവായിട്ട് ആ ഒരു തിരിച്ചറിവോടുകൂടി ചെയ്യാൻ വേണ്ടി പറ്റുമ്പോഴാണ് ടോപ്പറാവും. ആസ് എ മെൻറ്റർ ഐ ഫീൽ ദാറ്റ് വി ഷുഡ് നോട്ട് ഓവർ ഇൻ്റർവീൻ ഇൻ ദാറ്റ് ജേർണി. ഇപ്പം നമ്മൾ പറയും നമ്മൾ ഇത്ര ടോപ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു, നമ്മൾ ഇത്രയും പേരെ കോച്ച് ചെയ്തു, മെൻറ്റർ ചെയ്തു, എക്സാമിന് എക്സ്പേർട്ട് എന്ന്. പക്ഷെ അതൊക്കെ ഒരു ചെറിയൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ അവർ ഓവർ ഇൻ്റർവ്യൂ ചെയ്ത് കൊള്ളാക്കുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ സ്ട്രോങ് പോയിൻ്റ് ഉണ്ട്.